ഗോദ സിനിമയിൽ നമ്മുടെ ടൊവിനോ തോമസ് പറയുന്നത് പോലെ മലയാളികൾക്ക് ഭക്ഷണത്തെക്കാൾ ഉപരി ഒരു വികാരമാണല്ലോ പൊറോട്ടയും ബീഫും. അപ്പം നമുക്കിന്ന് നല്ലൊരു തട്ടുകട സ്റ്റൈൽ ബീഫ് കറി റെഡിയാക്കാം. ഇപ്പോൾ എടുത്തിരിക്കുന്നത് 1/2 കിലോ ബീഫാണ്. കുറച്ച് നെയ്യുള്ള ബീഫാണ് നമ്മൾ ഈ തട്ടുകട സ്റ്റൈലൊക്കെ ചെയ്യുമ്പോൾ എടുക്കേണ്ടത്. ആ നെയ്യ് ഉണ്ടെങ്കിൽ ആ കറിക്ക് നല്ല കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ബീഫിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് കൈകൊണ്ട് തന്നെ ബീഫിലേക്ക് തിരുമ്മി യോജിപ്പിക്കാം. ഇനി നമുക്ക് ഈ ബീഫ് അടച്ചു വെച്ച് വേവാനായിട്ട് വെക്കാം. 1/4 ഭാഗം മാത്രമേ നമ്മളിത് വേവിക്കത്തുള്ളൂ. ബാക്കി നമ്മൾ മസാലയുടെ കൂടെ ഇട്ടാണ് വേവിക്കുന്നത്. അപ്പോൾ ഇതധികം മൂപ്പില്ലാത്ത ബീഫായതുകൊണ്ട് ഒരു 2 വിസിലാകുമ്പോഴത്തേന് ഞാൻ ഓഫ് ചെയ്യും. നല്ല മൂത്ത ബീഫൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു 4 വിസിൽ വരെയൊക്കെ വേണ്ടി വരും. ഇതിന് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ 1 വിസിലും ലോ ഫ്ലെയിമിൽ 1 വിസിലും വരുന്നത് വരെ വേവിച്ചെടുക്കാം. ബീഫ് വേകുന്ന സമയമായിട്ട് നമുക്ക് ബീഫിലേക്ക് വേണ്ട സവോളയും തക്കാളിയും എല്ലാം ഒന്ന് അരിഞ്ഞ് റെഡിയാക്കാം. അപ്പോൾ എടുത്തിരിക്കുന്നത് 2 ചെറിയ സവോളയാണ്. 1/2 കിലോ ബീഫല്ലേ ഉള്ളൂ, അപ്പോൾ അതുകൊണ്ട് ചെറിയ 2 സവോള മതി. പിന്നെ ഒരു ചെറിയ തക്കാളി, ഇതുപോലൊരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ വെളുത്തുള്ളി ഞാനിവിടെ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ഒരു 5-6 വെളുത്തുള്ളി നമ്മൾ ചെറുത് നോക്കി മാറ്റി വയ്ക്കും. സവോള വഴറ്റിൻ്റെ കൂടെ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കും. ഇനി നമുക്ക് തീയെ ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം. എന്നിട്ട് ഈ ലോ ഫ്ലെയിമിൽ 1 വിസിൽ. ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഒരു 8 അല്ലി വെളുത്തുള്ളി ഞാനിവിടെ ചതച്ചെടുക്കുന്നുണ്ട്. ബാക്കി നമുക്ക് സവാളയുടെ കൂടെ വഴറ്റി ചേർക്കാനായിട്ട് എടുക്കാം. കുക്കറിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. ബീഫ് കറക്റ്റായിട്ട് 1/4 ഭാഗം വെന്തിട്ടുണ്ട്. ബീഫ് നമ്മൾ വേവിക്കാൻ വെച്ചപ്പം വെള്ളമൊന്നും ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇത് ആവശ്യത്തിന് ബീഫിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് സവോളയും മസാലയൊക്കെ ഒന്ന് മൂപ്പിച്ചിട്ട് റെഡിയാക്കി എടുക്കാം. മസാലയ്ക്ക് വേണ്ടി നമ്മൾ എടുക്കുന്നത് 1 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം. ഇത് രണ്ടും കൂടെ നമുക്ക് പാനിലിട്ടൊന്ന് വറുത്തെടുക്കാം. ഇനി നമുക്ക് എണ്ണയൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ചെറിയ തീയിലാക്കിയിട്ട് വേണം നമ്മളിതിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. പെരുംജീരകത്തിൻ്റെ കളറൊക്കെ മാറി ഒരു നല്ല മണമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ബാക്കി ബീഫിലോട്ട് ചേർക്കാനുള്ള മസാലകൾ കൂടി ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ്. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ സാധാരണ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. നമുക്കെല്ലാം കൂടെ ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഒരു 1 മിനിറ്റ് ഇളക്കിയാൽ മതിയാവും. കാരണം നല്ല ചൂടാണല്ലോ പാനിന്. അപ്പോൾ പെട്ടെന്ന് തന്നെ പൊടി മൂത്ത് കിട്ടും. ഇപ്പം നല്ല മണമൊക്കെ വരുന്നുണ്ട്. പൊടി മൂത്തിട്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത് കഴിഞ്ഞാലും കുറച്ച് സമയത്തേനൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇളക്കാതിരിക്കുമ്പോൾ ആ പൊടിയൊന്ന് കരിഞ്ഞു പിടിക്കും. ഇനി നമുക്ക് ഈ മസാല ചെറുതായിട്ടൊന്ന് തണുക്കുമ്പോൾ മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് പോലെ അരിഞ്ഞിട്ടുണ്ട് മസാല. ഇനി നമുക്കിത് സവോളയൊക്കെ വഴറ്റി കഴിഞ്ഞ് ബീഫിലേക്ക് ചേർത്ത് കൊടുക്കാം. പാനിവിടെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് സവോള വഴറ്റാനായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് നല്ലത്. നാടൻ കറികളൊക്കെ ആകുമ്പോൾ വെളിച്ചെണ്ണ കുക്ക് ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത്. ആദ്യം നമുക്ക് ചതച്ചെടുത്തിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് വഴറ്റിയെടുക്കാം.
ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറിക്കഴിയുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. സവോള പെട്ടെന്ന് വഴരാനായിട്ട് നമുക്ക് അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവോള ഏകദേശം ഒന്ന് വഴന്നു തുടങ്ങിയപ്പോൾ ഞാൻ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ക്യാമറ ഓഫായിപ്പോയി, അതുകൊണ്ട് കിട്ടിയിട്ടില്ല. അതായത് കണ്ടില്ലേ, ഇതുപോലെ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സവോള നന്നായിട്ട് വഴഞ്ഞിട്ടുമുണ്ട്. തട്ടുകട സ്റ്റൈല് ബീഫ് കറിയിൽ തേങ്ങാക്കൊത്ത് ഇടാറില്ല സാധാരണ. നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ തേങ്ങാക്കൊത്ത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ വെളുത്തുള്ളിയൊക്കെ ചേർക്കുന്ന സമയത്ത് സവോള വഴന്ന് തുടങ്ങുമ്പോൾ തേങ്ങാക്കൊത്തോട് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തക്കാളി അരിഞ്ഞു വെച്ചതാണ്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. തക്കാളി ഒന്ന് വേവാനായിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ചു വയ്ക്കാം. തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഈ തക്കാളി നമുക്കൊന്ന് പതിയെ ഉടച്ചു കൊടുക്കണം. വെളുത്തുള്ളി ഉടയാതെ തക്കാളി മാത്രമായിട്ട് ഇങ്ങനെ പതിയെ ഒന്ന് ഉടച്ചു കൊടുക്കണം. ഇനി നമുക്ക് ബീഫ് വെള്ളത്തോടു കൂടി തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ അരച്ചു വെച്ചിരുന്ന മസാലയില്ലേ, അത് നമുക്ക് ഈ ബീഫിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പില നമ്മൾ ഈ ഒരു സമയത്ത് ചേർത്താൽ മതി, അപ്പം നല്ല ഫ്ലേവറൊക്കെ ഉണ്ടാവും കറിവേപ്പിലയിൽ. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഇനി നമുക്ക് കുറച്ച് വെള്ളം തിളപ്പിച്ച് ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ ആ ബീഫ് വേവിച്ച കുക്കറിൽ തന്നെ വെള്ളം തിളപ്പിച്ചാൽ മതി. അപ്പോൾ ആ കുക്കറിലെ നെയ്യെല്ലാം പൊയ്ക്കോളും. അപ്പോൾ ക്ലീൻ ചെയ്യാനും എളുപ്പമായിരിക്കും. ഈ ഒരു ബീഫ് കറിക്ക് ഒരു പ്രത്യേക ഫ്ലേവറാണ്. ആ മസാലയൊക്കെ നമ്മൾ എണ്ണയിലല്ലല്ലോ വഴറ്റിയത്, മൂപ്പിച്ച് ചേർക്കുകയല്ലേ ചെയ്ത്. അപ്പോൾ ആ ഒരു മണം ഇനി ബീഫ് കറിക്ക് ഉണ്ടാവും. ഇനി ബീഫ് കറി കുറച്ച് സ്പൈസി ആയിരിക്കും. അപ്പം നിങ്ങൾ മസാല ചേർക്കുമ്പം എരിവ് അധികം ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് മസാല ചേർത്താൽ മതി. തട്ടുകടയിൽ ബീഫ് കറി പൊതുവേ കുറച്ച് എരിവ് കൂടുതലായിരിക്കുമല്ലോ, അതുകൊണ്ട് ഞാൻ കുറച്ച് എരിവ് കൂട്ടിയിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കുറച്ച് നേരം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ബീഫ് മൊത്തത്തിൽ വെന്തിട്ടില്ലല്ലോ, അപ്പോൾ ഇനി മസാല കിടന്ന് വേണം ബീഫ് വേവാനായിട്ട്. അപ്പം നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. നമ്മുടെ ബീഫ് കറി ഇവിടെ നല്ല റെഡിയായി വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് കണ്ടില്ലേ, ഇതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ ഞാൻ ഓഫ് ചെയ്യുവാണ്. ഇത്രയും ഗ്രേവി ഇട്ട്. ഇത്രയും ഗ്രേവി വേണ്ട, കുറച്ചുകൂടെ കുറുകിയിരിക്കണം എന്നുള്ളവർ കുറച്ച് സമയം കൂടെ ഒന്ന് ഗ്രേവി കൂടുതലാൻ വരെ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. നമുക്ക് കറിക്ക് ഉപ്പൊക്കെ ഉണ്ടാകുമെന്ന് നോക്കാം. ഉപ്പ് എരിവും എല്ലാം കണക്കാണ്. അല്പം എരിവ് കൂടുതലാണ്, പക്ഷെ എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്കിനി ഇത് ഓഫ് ചെയ്യാം. തട്ടുകട ബീഫ് കറി എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിൽ വരുന്നത് നല്ല ചൂട് പൊറോട്ടയാണല്ലോ. അപ്പോൾ പൊറോട്ടയുടെ കൂടെയാണ് ഈ ബീഫ് കറി ഏറ്റവും കോമ്പിനേഷൻ. പിന്നെ പുട്ട് നല്ലതാണ്, ചപ്പാത്തി, ചോറ് എല്ലാത്തിൻ്റെ കൂടെ നല്ലതാണ്. നമുക്കിതിന് നല്ല ചൂട് പൊറോട്ടയുടെ കൂടെ വിളമ്പിയെടുക്കാം. പൊറോട്ട ഞാനിവിടെ ഉണ്ടാക്കിയതല്ല കേട്ടോ, വാങ്ങിയതാണ്. അപ്പോൾ നമുക്ക് വിളമ്പാം. നല്ല മൊരിഞ്ഞ ചൂട് പൊറോട്ട ഇതുപോലെ പ്ലേറ്റിലേക്ക് എടുക്കാം. എന്നിട്ട് നമ്മുടെ തട്ടുകട സ്റ്റൈല് ബീഫ് കറി ഇതുപോലെ പൊറോട്ടയുടെ മുകളിലേക്ക് എടുക്കാം. ഒപ്പം ഗ്രേവിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. കൂടെ അല്പം സവോളയും കൂടെ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യാം. ആ ഗ്രേവിയൊക്കെ ആ പൊറോട്ട ഒന്ന് അബ്സോർബ് ചെയ്യും. ആ സമയത്ത് പൊറോട്ടയിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് ബീഫും കൂട്ടി ഒപ്പം നല്ല ചൂട് ചായയും കൂട്ടി കഴിച്ചാൽ ഉണ്ടല്ലോ, എന്ത് സൂപ്പർ ടേസ്റ്റാണെന്നറിയോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ പൊറോട്ടയും ബീഫും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കാൻ മറക്കരുത്. അപ്പം വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണാം. ബൈ.